ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെസ്റ്റി ടെക്കി ട്രാവലർ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ടെക് വീഡിയോ ആയിട്ടാണ്. എൻ്റെ വീഡിയോസ് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടെക് വീഡിയോ ഡിജി ലോക്കർ എന്നൊരു ആപ്ലിക്കേഷനാണ്. ഇത് 100% വിശ്വസ്തമായ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT ഡിപ്പാർട്ട്മെന്റ് ഡിജിറ്റൽ ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ പുറത്തിറക്കിയിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും iOSലും ലഭ്യമാണ്. ഇന്ന് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഞാനിന്ന് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു വീഡിയോയുമായിട്ടാണ്. നമ്മളെല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും വോട്ടർ ID കാർഡും ഒക്കെ ഉള്ളവരാണ്. ഇവയൊക്കെ നമുക്ക് കൂടെ കൊണ്ട് നടക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട്. ഇവയൊക്കെ പേപ്പർ ഡോക്യുമെൻറ്റ്സ് ആണ്. ഇതൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളും വളരെ കൂടുതലാണ്. എന്നാൽ ഇതിനൊക്കെ പരിഹാരമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ഡിജി ലോക്കർ എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയവയൊക്കെ ഡിജിറ്റലായി നിയമസാധുതയോടുകൂടി നമ്മുടെ ഫോണിൽ സൂക്ഷിക്കുവാൻ സൗകര്യമൊരുക്കി നൽകുന്നു. അവശ്യ സാഹചര്യങ്ങളിൽ ഈ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് നിയമപരമായി തന്നെ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണിക്കുവാനും ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നു. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാർ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായ ഒരു വീഡിയോ ആണ് ഇത്. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ എന്ന ബട്ടണിൽ അമർത്തി ഡിജി ലോക്കറിൻ്റെ മെയിൻ വിൻഡോയിലേക്ക് പോകാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതിലുള്ള ക്രിയേറ്റ് യുവർ ഡിജിറ്റൽ ലോക്കർ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് പുതിയതായി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. മുമ്പ് ഉപയോഗിച്ചവരാണെങ്കിൽ ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. സൈനപ്പ് ചെയ്യാനായി ക്രിയേറ്റ് യുവർ ഡിജിറ്റൽ ലോക്കർ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം മൊബൈലിൽ നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു OTP ലഭിക്കുകയും ആ OTP നമ്മൾക്ക് ആ കോളത്തിൽ എൻ്റർ ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഒരു സെക്യൂരിറ്റി പിൻ ചോദിക്കും. അത് നമുക്ക് ഒരു 6 അക്ക സെക്യൂരിറ്റി പിൻ അവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഡിജിറ്റൽ ലോക്കറിൽ മുമ്പ് തന്നെ സൈനപ്പ് ചെയ്തതിനാൽ അന്ന് ഞാൻ കൊടുത്തിരുന്ന പിൻ ഒരു 6 അക്ക പിൻ നമ്പർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ആ പിൻ ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയും ആ പിൻ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുകയും വേണം. ഡിജി ലോക്കറിൻ്റെ ഒരു ഹോം പേജ് ഓപ്പണായി വന്നു. ഇതിൽ നമുക്ക് ഹോം എന്നും ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് എന്നും 2 ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയും നമ്മളുടെ ഇഷ്യൂയിങ് അതോറിറ്റീസിൻ്റെയും ലോഗോസും കാണാൻ സാധിക്കുന്നതാണ്. ഡിജി ലോക്കറിൻ്റെ സേവനങ്ങൾ എല്ലാം തന്നെ ആധാർ നമ്പറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ആദ്യമായി നമുക്ക് ആധാർ കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഡിജി ലോക്കറിൽ സേവ് ചെയ്ത് ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിനായി ഹോം ബട്ടണിൽ ആധാർ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് UIDയുടെ എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്ത് ഒരു ആധാർ കൺസെൻറ്റ് ചോദിക്കുന്ന മെസ്സേജ് വരുമ്പോൾ അതിൽ ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം OK കൊടുക്കുക. ഇപ്പോൾ ആധാർ ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു OTP വരുന്നത് കാണാം. ആ OTP നമ്മളുടെ മൊബൈലിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ അമർത്തുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ അതിൽ ആധാർ കാർഡ് ലിങ്ക് ആയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളുടെ ആധാർ കാർഡിൻ്റെ ഒരു ഡിജിറ്റൽ ലോക്കർ വെരിഫൈഡ് ഡോക്യുമെൻറ്റ് നമ്മളുടെ ഫോണിൽ ദൃശ്യമായിട്ടുണ്ട്. ഇത് ഏത് സർക്കാർ ഏജൻസികളുടെ മുമ്പിലും പ്രൊഡ്യൂസ് ചെയ്യുവാൻ നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. ആധാർ കാർഡ് പോലെ തന്നെ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ഇതെല്ലാം നമുക്ക് ഈ ഡിജി ലോക്കറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഈ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് ഭാഗത്ത് കാണുന്ന ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് ഇവയൊക്കെ തന്നെ ഞാൻ മുൻപ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് എടുത്തതാണ്. ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിജി ലോക്കറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകാം. അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ള ഹെഡിങ്ങിന് നേരെ വ്യൂ ഓൾ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ലിസ്റ്റിംഗ് ലഭിക്കുന്നതാണ്. അതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കേരള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിജിറ്റൽ സേവനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതിൽ ഡിസ്ട്രിക്ട് കേരള
മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എംബ്ലവും കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോ തുറന്നു വരുന്നതായി കാണാം. അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്യുക. ആ കോളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് തൊട്ട് താഴെ കാണുന്ന കൺസെൻറ്റിൽ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് ഡോക്യുമെൻറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ആധാർ ഡോക്യുമെൻറ്റുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നേരെ നമ്മുടെ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള സെക്ഷനിലേക്ക് എത്തിയിരിക്കുന്നതായി കാണാം. ഇപ്പോൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഞാൻ മുന്നേ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ഡോക്യുമെൻറ്റ്സും ഈ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സിലേക്ക് ഡൗൺലോഡാക്കി എടുക്കാവുന്നതാണ്. ഹോം പേജിൽ ഇതുപോലെ ധാരാളം സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ലഭ്യമാകുന്ന ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ്, പിന്നെ എഡ്യൂക്കേഷൻ സംബന്ധമായ സർട്ടിഫിക്കറ്റുകൾ, ഇതെല്ലാം നമുക്ക് ഈ ഡിജി ലോക്കറിലൂടെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. തൊട്ട് താഴേക്ക് വരുമ്പോൾ ബാങ്കിങ്, ഇൻഷുറൻസ് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും നമുക്ക് ഡിജി ലോക്കർ വഴി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് കേരള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് കൂടി നോക്കാം. അതിനായി സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ ആൾ കൊടുക്കുക. അതിൽ കേരള എന്നുള്ള എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്ത് ഈ ഡിസ്ട്രിക്ട് കേരള എന്നുള്ളതിൽ കൊടുക്കുമ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. ഈ കാണുന്ന ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പരും മറ്റാവശ്യ കോളങ്ങളും ഫില്ല് ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് ഡിജിറ്റലായി നിയമപരമായി തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഡിജി ലോക്കറിൽ എങ്ങനെ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഹോം പേജിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പാൻ വെരിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാൻ വെരിഫിക്കേഷൻ റെക്കോർഡ് എന്നുള്ള ഒരു സ്ക്രീൻ ഓപ്പണായി വരുന്നത് കാണാം. അതിൽ നമ്മുടെ ആധാർ നെയിം കാണാം, ഡേറ്റ് ഓഫ് ബർത്ത് കാണാം. അതിനുശേഷം പാൻ നമ്പർ എൻ്റർ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്തും പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തും ഒന്നാണെങ്കിൽ മാത്രമേ നമുക്ക് പാൻ കാർഡ് ഇവിടെ നിന്നും ജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പാൻ നമ്പരും പാൻ കാർഡിലുള്ള നെയിം അതേപോലെ ആ നെയിം എന്നുള്ള കോളത്തിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് ഡോക്യുമെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ് സെക്ഷൻ പരിശോധിച്ചാൽ ആ പാൻ കാർഡിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പി നിങ്ങളുടെ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ് സെക്ഷനിൽ എത്തിയിരിക്കുന്നതായി കാണാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മളുടെ ഡിജി ലോക്കറിലെ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റിൻ്റെ പ്രൈമറി ഡോക്യുമെൻറ്റുകളിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് അതിലെ അഡ്രസ്സിലോ നെയിമിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡിജി ലോക്കറിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി എന്ത് ചെയ്യണമെന്ന് നോക്കാം. ആധാർ കാർഡിലാണ് അങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയിരിക്കുന്നതെങ്കിൽ ആധാർ കാർഡ് എന്നുള്ള ഡോക്യുമെൻറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് റിഫ്രഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആധാർ കൺസെൻറ്റ് ചോദിക്കുകയും അതിലെ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കുകയും ആ OTP എൻ്റർ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മളുടെ ആധാർ നമ്പറിൽ നമ്മൾ വരുത്തിയിരിക്കുന്ന ആധാർ കാർഡിൽ നമ്മൾ വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് ഡിജി ലോക്കറിലുള്ള ഡോക്യുമെൻറ്റ്സിൽ കൂടി അപ്ലൈ ആവുകയും അത് വാലിഡ് ആവുകയും ചെയ്യുന്നതാണ്. QR കോഡ് സ്കാൻ ചെയ്തും നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഡിജി ലോക്കറിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതിനായി ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ക്ലിക്ക് ചെയ്ത് അവിടെ സ്കാൻ QR കോഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു QR കോഡ് സ്കാനർ ഓപ്ഷൻ വരികയും സ്കാൻ നൗ കൊടുത്ത് നമുക്ക് QR കോഡ്, സർട്ടിഫിക്കറ്റിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത് അത് നമുക്ക് ഡോക്യുമെൻറ്റ്സായി സേവ് ചെയ്യാവുന്നതുമാണ്. നമുക്ക് അത്യാവശ്യമുള്ള മറ്റു ഡോക്യുമെൻറ്റ്സ് കൂടി ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കുവാനുള്ള ഒരു സൗകര്യം കൂടി ഡിജി ലോക്കർ നൽകുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഡിജി ലോക്കറിൻ്റെ ഇടത് സൈഡിൽ മുകളിലുള്ള 3 ബാറിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡഡ് ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിലേക്ക് റൈറ്റ് സൈഡിൽ ഒരു അപ്ലോഡിംഗ് ആരോ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫയൽസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ഏത് ഫയലാണോ അപ്ലോഡ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫയൽസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഡിജി ലോക്കറിൽ ഈ അപ്ലോഡഡ് ഡോക്യുമെൻറ്റ്സ് ഓപ്ഷനിലൂടെ അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിന് നിയമപരമായി യാതൊരു സാധുതയും ഉണ്ടായിരിക്കുന്നതല്ല. ഇങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്നതാണ്. ഡിജി ലോക്കർ എന്ന ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മളുടെ വിലപ്പെട്ട ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് ഫോണിൽ സൂക്ഷിക്കുകയും അതുവഴി നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മുടെ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ് സെക്ഷനിലെത്തി അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതുമാണ്.
ഇത്രയും ജനോപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും ബൈ.